നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ വീടുകളും വലിയ വീടുകളും കൊട്ടാരം പോലെ വീടുകളൊക്കെ ഇങ്ങനെ ഡെയിലി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 സെൻറ്റിനകത്തും 6 സെൻറ്റിനകത്തും 3 സെൻറ്റിനകത്തും 10 സെൻറ്റിനകത്തും എല്ലാം വീട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോയെന്ന്, അവർ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് വീട് വെക്കുന്നുണ്ടോ? ആൾക്കാര് എല്ലാരും വെളിയിൽ പോയി പൈസ ഉണ്ടാക്കുന്നു. വെളിയിലത്തെ വീടിൻ്റെ വലിയ വലിയ വില്ലകള്, അവിടെയുള്ള വലിയ വലിയ വീടുകള് ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കേരളത്തിൽ കൊണ്ടുവന്ന് ഇതേപോലെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ നമുക്കിവിടെ വീട് പണിയാൻ പറ്റത്തുള്ളൂ. ഇത്രയും ശക്തമായ ചൂടാ. AC ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എല്ലാം ഇങ്ങനെ നമ്മുടെ ഭൂമി മൊത്തം, അതായത് നമ്മുടെ പാടങ്ങളും കണ്ടങ്ങളും എല്ലാം മണ്ണിട്ട് പൊക്കി എല്ലാം ഇങ്ങനെ ഓരോ ദിവസം ഓരോ കെട്ടിടങ്ങൾ ഇങ്ങനെ പണിത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം വിദേശ രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ വീടുകളും അവിടുത്തെ റോഡുകളും എല്ലാം കണ്ട് നമ്മൾ മഞ്ഞളിച്ചിട്ട് നാട്ടിൽ വന്ന് നമ്മൾ അതുപോലെ അതുപോലെ നമ്മുടെ ഓരോ മിറ്റവും സൗകര്യങ്ങളും ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതിക്ക് അത് അനുയോജ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇപ്പം നമ്മൾ ന്യൂസിലൻഡ് പോലത്തെ രാജ്യം എടുത്തേ, ഒരു ദ്വീപാണ് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അവരവിടെ വീട് വെക്കുന്നത്. ഓരോ രാജ്യത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർ വീട് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നില്ല. ഇവിടെ വിദേശ രാജ്യത്തെ എല്ലാം അനുകരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ അതെല്ലാം പുതിയ പുതിയ വീടുകളാക്കി. അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ ഇങ്ങനെ വീട് വെച്ചു, അല്ലെങ്കിൽ അയർലൻഡിൽ ഇങ്ങനെ വീട് വെച്ചു, അല്ലെങ്കിൽ ലണ്ടനിൽ ഇങ്ങനെയാണ് ഇവിടെ, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ഇങ്ങനെയാണ് വില്ലകളെ എന്ന് പറഞ്ഞ് അതെല്ലാം ഇവിടെ കോപ്പി അടിച്ച് ഇവിടെ അതെല്ലാം അനുകരിക്കുകയാണ്. അതിനങ്ങനെ നമ്മൾക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ചൂട് കൂടുന്നു. നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതി എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പണ്ടൊക്കെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങി. ഇപ്പം അത്രമാത്രം കാലാവസ്ഥ നമുക്ക് ഒട്ടും ഒരു ജനുവരി ഡിസംബർ കഴിയുന്നതോടു കൂടി തന്നെ ചൂട് ആരംഭിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ അത്ര അസഹനീയമായ ഒരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക വീടുകൾ വെക്കുന്ന കാര്യങ്ങളിൽ.